കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധിയെ ഹിന്ദുമതത്തിൽ നിന്നും പുറത്താക്കിയതായിട്ട് ഒരു സന്യാസിയുടെ പ്രസ്താവന വായിക്കാനിടയായി. ബദ്രീനാഥ് മഠത്തിലെ ഒരു സന്യാസി വര്യനാണ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അത് വായിച്ചപ്പോൾ തോന്നിയത്, ഈ സന്യാസി വര്യന് ഒരാളിനെ ഹിന്ദുമതത്തിൽ നിന്ന് പുറത്താക്കാനുള്ള അവകാശം നൽകിയതാരാണ്? എന്താണ് ഹിന്ദുമതം? ഹിന്ദുമതത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരാളിനെ പുറത്താക്കാൻ കഴിയുക? ഹിന്ദുമതത്തിലേക്ക് എങ്ങനെയാണ് പുതിയ ഒരാളിനെ ചേർക്കാൻ കഴിയുക? ഇത് രണ്ടും അസാധ്യമാണ്. ഏകദേശം 2000-ലധികം ജാതികളും ഉപജാതികളും അതിന്റെ ഉപജാതികളും എല്ലാം ചേർന്ന വലിയ ഒരു കൂട്ടായ്മയാണ് ഹിന്ദു സംസ്കാരം എന്ന് പറയുന്ന ഹിന്ദു. അതൊരു മതമാണെന്ന ശാസ്ത്രീയമായ വിശകലനം ചെയ്യാൻ കഴിയില്ല. അതിന്റെ അടിസ്ഥാന പേരെന്ന് പറയുന്ന സിന്ധു നാഗരികത ഇതിൽ നിന്ന് തുടങ്ങുന്നതാണ്. ആദിവാസി മുതൽ, ആദിവാസിയിലെ ഏറ്റവും പ്രാകൃതമായി ജീവിക്കുന്ന കാട്ടുനായ്ക്കൾ മുതൽ വളരെ ഉയർന്ന ശ്രേഷ്ഠരായ സമൂഹത്തിലെ വളരെ ഉയർന്ന നിലയിലുള്ള ആൾക്കാർ വരെ ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹമാണ് ഹിന്ദു സംസ്കാരം, ഹിന്ദുമതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മനുസ്മൃതി ഹിന്ദുമതത്തിന്റെ ആധികാരിക ഗ്രന്ഥമായ അല്ലെങ്കിൽ വേദഗ്രന്ഥമായ മനുസ്മൃതിയെ പാർലമെന്റിൽ അവഹേളിച്ചു സംസാരിച്ചു എന്നതിന്റെ പേരിലാണ് രാഹുൽ ഗാന്ധിക്ക് മേപ്പടി സ്വാമി നോട്ടീസ് നൽകിയത്. നോട്ടീസിന്റെ കാലാവധി 3 മാസം കഴിഞ്ഞിട്ടും തൃപ്തികരമായ മറുപടി നൽകാത്തതിനാലാണ് രാഹുൽ ഗാന്ധിയെ ഹിന്ദുമതത്തിൽ നിന്നും പുറത്താക്കിയത്. അവിടെയാണ് ആരാണ് ഈ അധികാരം കൊടുത്തു എന്ന് ഞാൻ ആദ്യം ചോദിച്ചത്. മാത്രമല്ല, ഹിന്ദുമതത്തിന് അടിസ്ഥാനപരമായി ഒരു വേദഗ്രന്ഥം ഉള്ളതായിട്ട് ഒരു ചരിത്രകാരന്മാരും എങ്ങും പറഞ്ഞിട്ടില്ല. നരവംശ ശാസ്ത്രകാരന്മാരും പറഞ്ഞിട്ടില്ല. മഹാഭാരതത്തെ വേദഗ്രന്ഥമായി അംഗീകരിക്കുന്നവരുണ്ട്. രാമായണത്തെ ഹിന്ദുമതത്തിന്റെ വേദഗ്രന്ഥമായി അംഗീകരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മനുസ്മൃതി അംഗീകരിക്കുന്നവരുണ്ട്. അവരെല്ലാം ഹിന്ദു സംസ്കാരത്തിൽ, ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നവരാണ്. അല്ലാതെ മനുസ്മൃതി മാത്രമാണ് ഹിന്ദുമതത്തിന്റെ വേദഗ്രന്ഥം എന്ന അഭിപ്രായത്തോട് യോജിക്കാനാവില്ല. മാത്രമല്ല, അങ്ങനെ ആധികാരികമായി ഹൈന്ദവ മതത്തിന്, ഹൈന്ദവ സംസ്കാരത്തിന് ഒരു വേദഗ്രന്ഥവുമില്ല. ഇവിടെ മുമ്പാരോ പറഞ്ഞതുപോലെ നായാടി മുതൽ നമ്പൂതിരി വരെ ഉള്ളവരെ ഉൾക്കൊള്ളുന്ന, അംഗീകരിക്കുന്ന ഒരു സംസ്കാരമാണ് ഹൈന്ദവ സംസ്കാരം. അതൊരു മതം എന്നതിനേക്കാൾ ഉപരിയായി അതൊരു സംസ്കാരമാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, അതിന്റെ അടിവേര് സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിക്കും വിശ്വാസമില്ലാത്തവർക്കും അത് വിശ്വസിക്കാം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ഈശ്വര വിശ്വാസത്തിൽ അധിഷ്ഠിതമല്ല ഹിന്ദുമതം എന്നർത്ഥം. അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഹിന്ദുമതത്തിലേക്ക് പുതിയ ഒരാളിനെ ചേർക്കാനോ ഹിന്ദുമതത്തിൽ നിന്ന് ഒരാളിനെ പുറത്താക്കാനോ കഴിയില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ആർക്കെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിന് അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയതായിട്ട് ഒരു ചരിത്രകാരന്മാരും എങ്ങും പറഞ്ഞിട്ടുമില്ല. അതുപോലെ തന്നെ നരവംശ ശാസ്ത്രജ്ഞന്മാരും എങ്ങും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു സ്വാമിക്ക്, ബദ്രീനാഥ് മഠത്തിലെ ഒരു സ്വാമിക്ക്
രാഹുൽ ഗാന്ധിയെ ഹൈന്ദവ മതത്തിൽ നിന്നും ഹിന്ദു മതത്തിൽ നിന്നും പുറത്താക്കാൻ കഴിയില്ല. ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം ഈശ്വര വിശ്വാസികളാവണമെന്നില്ല. ജവഹർലാൽ നെഹ്റു ഈശ്വര വിശ്വാസിയല്ലായിരുന്നു. അദ്ദേഹം ഹിന്ദു മതക്കാരനല്ല എന്നാരും പറയില്ല. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി നിരീശ്വരവാദിയായിരുന്നു, ഈശ്വര വിശ്വാസിയല്ലായിരുന്നു. ഈ രണ്ടുപേരും എടുത്ത് പറയാനുണ്ടായ കാരണമെന്ന് പറയുന്നു, രണ്ടുപേരും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നവരാണ്. അതേസമയം രാജീവ് ഗാന്ധിയുടെ പിതാവ് ഫിറോസ് ഖാൻ ഒരു പാഴ്സി മുസ്ലിമായിരുന്നു. അദ്ദേഹത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ദിരയെ ജവഹർലാൽ നെഹ്റുവിന്റെ മകൾ ഇന്ദിര പ്രിയദർശിനിയെ വിവാഹം കഴിപ്പിക്കുന്നതിന് നെഹ്റു വിസമ്മതിച്ചപ്പോൾ ഗാന്ധിജി ഫിറോസ് ഖാനെ ദത്തെടുക്കുകയും അങ്ങനെ ഫിറോസ് ഗാന്ധിയായി. അങ്ങനെയാണ് ഇന്ദിരയെ ഫിറോസ് ഖാൻ വിവാഹം കഴിക്കുന്നത്. അങ്ങനെയാണ് ഫിറോസ് ഗാന്ധി ആവുന്നതും ഇന്ദിരാഗാന്ധി ആവുന്നതും. അവരുടെ മക്കൾ രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ഗാന്ധി പേരിന്റെ അവസാനം ഗാന്ധിമാരാകുന്നത് പ്രിയങ്ക ഗാന്ധിയല്ല. അതാണ് അതിന്റെ ചരിത്രം. അതുകൊണ്ട് ഈശ്വര വിശ്വാസി അല്ലാത്തത് കൊണ്ട് ഒരാള് ഹിന്ദുമത വിശ്വാസി അല്ലാതാവുന്നില്ല. അതേസമയം ഗാന്ധിജി അടിയുറച്ചവരെ ഹിന്ദുമത വിശ്വാസിയായിരുന്നു, ഈശ്വര വിശ്വാസിയുമായിരുന്നു. ഇതെല്ലാം അറിയപ്പെടുന്നവരായതുകൊണ്ടാണ് ഈ പേരുകൾ എടുത്തു പറയാനുണ്ടായ സാഹചര്യം. അതുകൊണ്ട് ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു, ഹൈന്ദവ സംസ്കാരം, ഹൈന്ദവ മതം എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആ ഹൈന്ദവ മതത്തിലേക്ക് ആരെയും ചേർക്കാനോ ആരെയും പുറത്താക്കാനോ ആർക്കും കഴിയില്ല. അതിനുള്ള അധികാരം ഒരു വ്യക്തിക്കോ ഒരു സ്ഥാപനത്തിനോ ലഭിച്ചിട്ടുമില്ല എന്ന് അടിവരായിട്ട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പത്രാധിപന്റെ പ്രതികരണം പൂർത്തിയാക്കുന്നു. നന്ദി, നമസ്കാരം.